പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിൻ്റെ ക്ലാസ്സുകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞ സെമസ്റ്ററുകളിലെ ക്ലാസ്സുകൾ നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് 4ാം സെമസ്റ്ററിലെ ക്ലാസ്സുകൾ വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ ഫോക്ക് ദൃശ്യകലാ പാരമ്പര്യമാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ നാടോടി കലാപാരമ്പര്യത്തെക്കുറിച്ചും നാടോടി കലകളെക്കുറിച്ച്, നാടോടി നാടകങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ ക്രമാനുഗതമായ സാംസ്കാരിക വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നവയാണ് നാടോടി കലകൾ. മനുഷ്യ സമൂഹത്തിൻ്റെ ക്രമാനുഗതമായ സാംസ്കാരിക വളർച്ചയെ നാടോടി കലകൾ പ്രതിഫലിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചു നിൽക്കുന്ന ഇത്തരം അനുഷ്ഠാനവും അനുഷ്ഠാനേതരവുമായ കലകൾ പരിഷ്കൃതവും വരേണ്യങ്ങളുമായ അനേകം കലാരൂപങ്ങളുടെ സൃഷ്ടിക്ക് ആധാരമാണ്. ആരാധനയ്ക്കും അനുഷ്ഠാനത്തിനും പുറമെ മനുഷ്യൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതാവബോധത്തിൻ്റെയും അനുഭവത്തിൻ്റെയും സഞ്ചയം കൂടിയാണ് നമ്മുടെ നാടോടി നാടകങ്ങൾ. ചിത്രകലയിലും ശില്പകലയിലും ദാരുശില്പങ്ങളിലും ആയോധന കലയുടെ പരിണിതിയിൽ പോലും നാടോടി നാടകങ്ങൾക്ക് പിൽക്കാലത്ത് ആഴത്തിലും പരപ്പിലും സ്വാധീനം ചെലുത്താനായിട്ടുണ്ട്. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ തായ്വേരുകൾ കണ്ടെത്താൻ കഴിയുന്നത് അവിടുത്തെ നാടൻ കലകളിലാണ് എന്ന് പറയാം. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ തായ്വേരുകൾ കണ്ടെത്താൻ കഴിയുന്നത് അവിടുത്തെ നാടൻ കലകളിലാണ്. നാടോടി ജനതയെ സംബന്ധിച്ച് അവരുടെ ജീവിതാവബോധവും അനുഭവങ്ങളുമാണ് കല എന്നത്. നാടോടി ജനതയെ സംബന്ധിച്ച് അവരുടെ ജീവിതാവബോധവും അനുഭവങ്ങളുമാണ് അവരുടെ കല. എല്ലാ കലകളുടെയും ആത്മാവും അടിത്തറയും നാടൻ കലകളിലാണ് കുടികൊള്ളുന്നത്. എല്ലാ കലകളുടെയും ആത്മാവും അടിത്തറയും നാടൻ കലകളിൽ കുടികൊള്ളുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ തായ്വേരുകൾ എവിടെ കണ്ടെത്താം? അവിടുത്തെ നാടൻ കലകളിൽ നമുക്ക് കണ്ടെത്താനായി കഴിയും. നാടോടി ജനതയെ സംബന്ധിച്ച് അവരുടെ ജീവിതാവബോധവും അനുഭവങ്ങളുമാണ് അവരുടെ കല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാധനയ്ക്കോ ബാധ ഉച്ചാടനത്തിനോ അനുഷ്ഠാനത്തിനോ ആഘോഷത്തിനോ വിനോദത്തിനോ ആയി നാടോടി കലകൾ നിലകൊള്ളുന്നു. കാവുകളിലും സ്ഥാനങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വീടുകളിലും വയലുകളിലും അവതരിപ്പിച്ചു പോന്ന ഇത്തരം കലകൾ വിജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും മാനവ ചരിത്രത്തിൻ്റെയും മണ്ഡലത്തിൽ വെളിച്ചം പകരുന്നവയാണ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് എന്ന് ഒന്നുകൂടി പറയാം. ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും മാനവ ചരിത്രത്തിൻ്റെയും മണ്ഡലത്തിൽ വെളിച്ചം പകരുന്നവയാണവയെല്ലാം. അനുഷ്ഠാനപരവും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കലകളും ചിത്ര ശില്പകലയുമായി ചേർന്ന് നിൽക്കുന്ന കലകളുമൊക്കെ അവതരണത്തിലെ കലാമേന്മയും നാടകീയതയും കൊണ്ട് ഹൃദ്യമായി മാറിയിട്ടുണ്ട്. നാടൻ കലകളിൽ ദൃശ്യസമ്പുഷ്ടി നിറയ്ക്കുന്നത് അവയിലെ വർണ്ണശബളമയാർന്ന വേഷപ്പകിട്ടുകളും നൃത്തത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും ഗാനമാധുരിയുടെയും സംയോജനവും നിറച്ചാർത്തുകളുമാണ്. മണ്ണിനോടും മനുഷ്യനോടും ഇണങ്ങി നിൽക്കുന്ന കലാവിഷ്കാരങ്ങളാണ് നാടോടി കലകളെല്ലാം തന്നെ. മണ്ണിനോടും മനുഷ്യനോടും ഇണങ്ങി നിൽക്കുന്ന കലാവിഷ്കാരങ്ങളാണവ. ഓരോ സമുദായത്തിനും വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങളാണ് ഉള്ളത്. രോഗശാന്തിക്കും ബാധോപദ്രവ രക്ഷയ്ക്കും സന്താന ലാഭത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയുള്ള കലാസപര്യയാണ് അനുഷ്ഠാന കലകൾ. രോഗശാന്തിക്ക്, ബാധോപദ്രവ രക്ഷയ്ക്ക്, സന്താന ലാഭത്തിനായിട്ട് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയുള്ള കലാസപര്യയാണ് അനുഷ്ഠാന കലകൾ. കോലം കെട്ടിയാടുന്നവരുടെ മുമ്പിൽ സങ്കടങ്ങൾ ഇറക്കി വെക്കുമ്പോൾ വികാര വിരേചനം സംഭവിക്കുന്നതായി പറയുന്നു. കോലം കെട്ടിയാടുന്നവരുടെ മുമ്പിൽ സങ്കടങ്ങൾ ഇറക്കി വെക്കുമ്പോൾ വികാര വിരേചനം സംഭവിക്കുന്നതായി പറയുന്നു. ആരാധനകളും അനുഷ്ഠാനങ്ങളും കലയെന്ന മാധ്യമത്തിലൂടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി
സാമുദായിക മൈത്രി നിലനിർത്തിപ്പോരുകയാണ് ഉണ്ടായത്. ആരാധനകളും അനുഷ്ഠാനങ്ങളും കലയെന്ന മാധ്യമത്തിലൂടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സാമുദായിക മൈത്രി നിലനിർത്തി പോരുകയാണ് ഉണ്ടായത്. കലാപ്രകടനങ്ങളും വിനോദങ്ങളും ഒരു കാലത്ത് പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന വിധത്തിലുള്ളവയായിരുന്നു. കലാപ്രകടനങ്ങളും വിനോദങ്ങളും ഒരു കാലഘട്ടത്തിൽ പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന തരത്തിലുള്ളവയായിരുന്നു. ഒരു കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമായിരുന്നു നാടോടി കലാരൂപങ്ങൾ. ഒരു കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെയും പ്രതിഫലനമാണ് ഓരോ നാടോടി കലാരൂപം എന്ന് പറയാം. കളരികൾക്ക് ആയോധന വിദ്യയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലത്ത് അവരുടെ കലകളിലും അത് പ്രകടമായിരുന്നു. തെയ്യത്തിലും തിറയാട്ടത്തിലും കൂടാതെ സംഘക്കളി, കോൽക്കളി, പൂരക്കളി, ഐവർക്കളി മുതലായ പ്രാചീന ആയോധന വിദ്യയിൽ നിന്ന് മെയ്വഴക്ക രീതികൾ കടം കൊണ്ടവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. പ്രാക്തന മനുഷ്യൻ്റെ പക്ഷി മൃഗാദികളോടുള്ള തൽപരത അവരുടെ കലാരൂപങ്ങളിലും പ്രതിഫലിച്ചിരുന്നു. പ്രാദേശിക സംസ്കാരം നാടോടി കലകളുടെ മുഖ്യ സവിശേഷതയാണ്. പ്രാദേശിക സംസ്കാരം നാടോടി കലകളുടെ മുഖ്യമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടവയായിരുന്നു മിക്ക നാടൻ കലാരൂപങ്ങളും. സർപ്പാരാധനയും അമ്മദൈവ ആരാധനയും അനുഷ്ഠിക്കുന്നതായി കാവുകളോടനുബന്ധിച്ച ചടങ്ങുകളിൽ നമുക്ക് മനസ്സിലാകുന്നു. അപ്പം സർപ്പാരാധന, അമ്മദൈവ ആരാധന എന്നിവയെല്ലാം കാവുകളോടനുബന്ധിച്ച പലതരം ചടങ്ങുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ ഗ്രാമീണ ജനതയുടെ ജീവിതാനുഭവങ്ങളാണ് നാടോടി കലകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗ്രാമീണ ജനതയുടെ ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെട്ടാണ് നാടോടി കലകൾ പിറവിയെടുത്തതും വളർച്ച നേടിയതുമെന്ന് പറയാൻ സാധിക്കും. നാടോടി നാടകങ്ങൾ എന്താണ് എന്ന് നോക്കാം. മലയാള നാടകവേദിയുടെ രൂപാന്തര പ്രക്രിയയിൽ നാടോടി നാടകങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ക്രിയാംശമുള്ളതും നൃത്തഗാന പ്രധാനങ്ങളുമാണ് നാടോടി നാടകങ്ങൾ. ക്രിയാംശമുള്ളതും നൃത്തഗാന പ്രധാനങ്ങളുമാണ് നാടോടി നാടകങ്ങൾ. അനുഷ്ഠാന അംശമുള്ളതും ഇല്ലാത്തതുമായ നാടോടി നാടകങ്ങൾ കാണാൻ കഴിയും. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ അവതരിപ്പിക്കുന്നവയാണ് ഇവ. പ്രേക്ഷകരും അഭിനേതാക്കളും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകും വിധം കാണികൾ സജീവമായി ഈ പ്രകടന കലയിൽ പങ്കാളികളാകുന്നു. പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുന്ന നൈസർഗിക വസ്തുക്കളാലാണ് പൊതുവിൽ ഇത്തരം കലകളുടെ വേഷവിധാനങ്ങളും ചമയങ്ങളും നിർമ്മിക്കുന്നത്. വിനോദവും അനുഷ്ഠാനവും സാമൂഹിക വിമർശനവുമൊക്കെയായി ജനസാമാന്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിനുള്ള ശേഷി നാടോടി നാടകങ്ങൾക്ക് സ്വായത്തമാണ്. സംഭാഷണ നാട്യങ്ങളുടെ ചേരുവയിൽ ഒരു കഥ പറയുന്ന കലാപ്രകടനമായിട്ടാണ് നാടോടി നാടകത്തെ MV വിഷ്ണു നമ്പൂതിരി നിരീക്ഷിക്കുന്നത്. ഒന്നുകൂടി പറയാം, സംഭാഷണ നാട്യങ്ങളുടെ ചേരുവയിൽ ഒരു കഥ പറയുന്ന കലാപ്രകടനമായിട്ടാണ് നാടോടി നാടകത്തെ അദ്ദേഹം കണ്ടത്. പ്രാചീന നാടോടി നാടകങ്ങൾ കൂത്ത്, ആട്ടം, കളി തുടങ്ങിയ പേരുകളിലൂടെ നാടകീയ അംശത്തെ വെളിവാക്കുന്ന തരത്തിലുള്ളവയാണ്. കാക്കാരശ്ശി നാടകമാണ് വിശദ പഠനത്തിനായി വെച്ചിട്ടുള്ളത്. കാക്കാരശ്ശി നാടകത്തിൻ്റെ തട്ടകം തെക്കൻ കേരളമാണ്. അപ്പോൾ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നാടോടി നാടകമാണ് കാക്കാരശ്ശി നാടകം. ഒരു വിനോദ നാടകം കൂടിയാണ് കേട്ടോ ഇത്. നാട്ടരങ്ങാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള സ്വഭാവം. നാട്ടരങ്ങാണ്. മധ്യ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കാക്കാരശ്ശി നാടകം വള്ളിക്കുന്നത്തുകാരനായ കൊല്ലക കേശവപിള്ളയാശാനാണ് എഴുതി മറ്റുള്ളവരെ സംഘടിപ്പിച്ച് പഠിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഈ നാടകത്തിൻ്റെ മുഖ്യമായ രസം ഹാസ്യമാണ്. ഹാസ്യപ്രധാനമായ നാടോടി നാടകമാണ് കാക്കാരശ്ശി നാടകം എന്ന് പറയാം. കാക്കാലച്ചി നാടകം, കാക്കാല നാടകം, കാക്കാചരിതം എന്നൊക്കെ നിരവധി പേരുകൾ ഈ നാടകത്തിന് ഉണ്ട്. കാക്കാലന്മാർ അഭിനയിക്കുന്നതോ അവർ രചിച്ചതോ അല്ല ഇത്തരം നാടകങ്ങൾ. ആശാന്മാരാണ് കാക്കാരശ്ശി നാടകം അഭ്യസിപ്പിക്കുന്നത്. ആടുകയും പാടുകയും അഭിനയിക്കുകയും മറ്റുള്ളവരെ രസിപ്പിക്കുകയും ചെയ്യുന്ന ഈ കലയിൽ നാട്യതത്വങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് കാണാം. ഒന്നുകൂടി പറയാം, ആടുകയും പാടുകയും അഭിനയിക്കുകയും മറ്റുള്ളവരെ രസിപ്പിക്കുകയും ചെയ്യുന്ന ഈ നാടകത്തിൽ കലയിലെ
നാട്യതത്വങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. പാത്രസൃഷ്ടി, രംഗവിഭജനം, ഭാവാഭിനയം, രസസന്നിവേശം തുടങ്ങിയവയുടെ ക്രമീകരണം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നാടൻ കലാകാരന്മാർ അവലംബിച്ചു പോന്ന രംഗബോധത്തിനും അഭിനയ പാടവത്തിനും മികച്ച ദൃഷ്ടാന്തമാണ് കാക്കാരശ്ശി നാടകം. ഇതിനായി ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ മൃദംഗം, ഇലത്താളം, ഹാർമോണിയം, ഗഞ്ചിറ എന്നിവയാണ്. മൃദംഗം, ഇലത്താളം, ഹാർമോണിയം, ഗഞ്ചിറ എന്നിവ. ആണുങ്ങൾ തന്നെയാണ് ആദ്യകാലങ്ങളിൽ സ്ത്രീവേഷം കെട്ടി അവതരിപ്പിച്ചിരുന്നത്. വന്ദന ശ്ലോകത്തോടെ തുടങ്ങി ഉയർത്തിപ്പിടിച്ച തീപ്പന്തവുമായി താളം ചവിട്ടി കാണികൾക്കിടയിലൂടെ കാക്കാലൻ പ്രവേശിക്കുന്നു. തമ്പ്രാന്റെ ചോദ്യങ്ങൾക്ക് കാക്കാലൻ നൽകുന്ന മറുപടിയിലൂടെ കഥാവിഷ്കരണം നടക്കുന്നു. തമ്പ്രാൻ കാക്കാരശ്ശി നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അഭിനയത്തിനും നൃത്തത്തിനും തമ്പ്രാൻ ഇല്ലെങ്കിലും അയാളുടെ ചോദ്യത്തിലൂടെയും കഥാപാത്രങ്ങൾ നൽകുന്ന മറുപടിയിലൂടെയുമാണ് കഥാഗതി മുന്നോട്ട് പോകുന്നത്. പാട്ടിന് നേതൃത്വം നൽകുന്നത് തമ്പ്രാനാണ്. സുന്ദരൻ കാക്കാനാണ് കഥാനായകൻ. കഥാനായകൻ്റെ പേര് സുന്ദരൻ കാക്കാൻ. കാക്കാരശ്ശി നാടകത്തിൻ്റെ അവതരണത്തിൽ പ്രാദേശിക വ്യത്യാസം കാണാൻ സാധിക്കും. സമൂഹത്തിലെ കൊള്ളരുതായ്മകളെ പരിഹസിക്കുന്ന രീതി ഈ കലാവതരണത്തിൽ കാണാം. അനുഷ്ഠാനപരമോ ആചാരപരമോ ആയ കലയല്ല ഇത്. ഏറ്റവും കൂടുതൽ കാക്കാരശ്ശി നാടകത്തിന് പ്രചാരമുള്ളത് മധ്യ തിരുവിതാംകൂറിലാണ്. സുന്ദരൻ കാക്കാൻ, കാക്കാത്തിമാർ, വേടൻ, തമ്പ്രാൻ എന്നിവരാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. പഴയ കാലത്തെ കാക്കാന്മാരുടെ പ്രത്യേകതകളാണ് സുന്ദരൻ കാക്കാൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നവർ. ഇവർ ചെല്ലുന്ന ദിക്കുകളിലെല്ലാം ഭാര്യമാർ കാണുമെന്നൊരു വിശ്വാസമുണ്ട്. ഇത്തരം ഗാർഹിക രഹസ്യങ്ങൾ ഒടുവിൽ പരസ്യമാവുകയും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും പെട്ട് വിഷമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ നാടോടി നാടകത്തിൽ പരിഹാസത്തിലൂടെയും രസിപ്പിക്കലിലൂടെയും വെളിവാകുന്നത്. ജി ഭാർഗവൻ പിള്ളയുടെ പ്രസിദ്ധമായ ഒരു ലേഖനമാണ് കാക്കാരശ്ശി നാടകം. കലാഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമിയുടെ സ്ഥാപക ചെയർമാനുമായിരുന്നു ജി ഭാർഗവൻ പിള്ള. കാക്കാരശ്ശി നാടകം, നാട്ടരങ്ങ് വികാസവും പരിണാമവും, പൊറാട്ട് നാടകം, മതിലേരിക്കന്നി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. കാക്കാത്തിമാരുടെ തിരുവാതിരയോടെ സദസ്യർക്ക് വന്ദനം പറഞ്ഞുകൊണ്ട് കാക്കാനും കാക്കാത്തിയും രംഗത്ത് പ്രവേശിക്കുന്ന രീതിയിലോ ആണ് ഈ നാടകത്തിൻ്റെ ആരംഭം. നാടകത്തിൻ്റെ കഥാ സന്ദർഭമനുസരിച്ച് പുരാണ കഥാഖ്യാനം സ്വന്തം രീതിയിൽ നടത്തുന്ന പതിവും കാക്കാരശ്ശിയിലുണ്ട്. ഉദാഹരണത്തിന്, കാക്കാൻ: തമ്പുരാനെ, അടിയൻ്റെ കാക്കാത്തിമാര് കളിച്ചുപോയേ, ഇനി അടിയൻ കളിക്കാം. അടിയൻ്റെ കാക്കാത്തിമാര് കൊച്ചല്ലയോ? പാട്ടുകാരനപ്പോൾ: നിനക്ക് ഒരുപാട് വിദ്യകൾ അറിയാമല്ലോ, അതുകൊണ്ട് നീ തന്നെയാകട്ടെ. കാക്കാൻ: എൻ്റെ പഹവാനെ, നളചരിതമായാലോ? വേണ്ട, രാമായണം തന്നെയാകാം. തമ്പുരാനെ, ഒന്നുകൂടി കാണ്. സുന്ദരിയാം സീത തൻ്റെ വാർത്തയൽപ്പം ചെല്ലാം, രാമദേവൻ കാനനത്തിൽ പോകുമെന്നു ചൊല്ലി. സുന്ദരിയാം സീത തൻ്റെ വാർത്തയൽപ്പം ചെല്ലാം, രാമദേവൻ കാനനത്തിൽ പോകുമെന്നു ചൊല്ലി. കാനനത്തിൽ പോകുമെങ്കിൽ ഞാനും കൂടി പോരും. ഇങ്ങനെ രാമായണ കഥ അവിടെ പറയുന്നുണ്ട്. കാക്കാലന് കാക്കാത്തിയുടെ ചാരിത്രത്തിൽ സംശയം പ്രകടമാകുന്ന സംഭാഷണം നാടോടികളായി ജീവിച്ചിരുന്ന ഇവരുടെ ജീവിതത്തെ മറ്റ് ജനസമൂഹം എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതിൻ്റെ സൂചനയാണ്. കാക്കാൻ: ചുറ്റിയെടുത്തൊരു പട്ടുപാവാട ഇതെപ്പടി പോച്ചിതടി കാക്കാത്തി, എപ്പടി പോച്ചിതടി. ഇപ്പോൾ കാക്കാത്തി: ചുള്ളിയൊടിക്കുവാൻ കാട്ടിൽ പോയപ്പോൾ മുള്ളലുടക്കിയടോ കാക്കാനെ, മുള്ളിലുടക്കിയടോ. മുക്കിൽ കിടന്നൊരു കല്ലുമുക്കുത്തി ഇതെപ്പടി പോച്ചിതടി കാക്കാത്തി, എപ്പടി പോച്ചിതടി. മൊന്തയിലെ വെള്ളം മോന്തി കുടിച്ചപ്പോൾ മൊന്തയിൽ പോയിതടാ കാക്കാനെ, മൊന്തയിൽ പോയിതടാ. കാക്കാലന്മാരുടെ ജീവിതം കേന്ദ്രമാക്കി കാക്കാലന്മാരല്ലാത്ത മറ്റു സമുദായക്കാർ ഉണ്ടാക്കിയ കാക്കാരശ്ശി നാടകം രംഗവിഭജനം, കഥാപാത്ര സന്നിവേശം, നിഷ്ക്രമണം തുടങ്ങിയവയിലെല്ലാം പുലർത്തുന്ന അടുക്കും ചിട്ടയും അവതരണത്തിലെ നല്ല അവഗാഹമുള്ള
നാടൻ കലാകാരൻ്റെ രംഗബോധമാണ് പ്രകടമാക്കുന്നത്. കാക്കലന്മാർ ആദ്യകാലത്ത് ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്നവരായിരുന്നില്ല. ഹസ്തരേഖകളും മുഖലക്ഷണങ്ങളും നോക്കി ഫലം പറയുക, കെട്ടുകഥകൾ പറഞ്ഞു കേൾപ്പിച്ച ആളുകളെ കബളിപ്പിക്കുക, നാട്ടുചികിത്സകളും ഒറ്റമൂലികളും പ്രയോഗിക്കുക, തത്തയെ ഇണക്കിക്കൊണ്ട് നടന്ന് പശുശാസ്ത്രത്തിലൂടെ ഭാവി ഫലങ്ങൾ പ്രവചിക്കുക, ശരീരത്തിൽ ചുട്ടികുത്തി കൊടുക്കുക, കാതുകുത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവരുടെ തൊഴിൽ. പൊതുവെ കറുത്ത നിറമുള്ള ഇവർ കൈത്തണ്ടയിലും നെറ്റിയിലും മാറിലുമൊക്കെ ചുട്ടികുത്തും. ധാരാളം വെറ്റില തിന്നുകയും ഇവരുടെ ഇടയിലെ മൂപ്പന്മാർ മുടി വളർത്തി പുറകോട്ടിടുകയും ചെയ്തിരുന്നു. സ്ത്രീകൾ മൂക്കും കാതും കുത്തി മൂക്കുത്തിയും കമ്മലുമണിയും. കൂടാതെ ഇവരുടെ പക്കൽ യാത്രാവേളകളിലെല്ലാം വലിയ വട്ടി കാണും. കൃഷിയോ മറ്റു പ്രധാന തൊഴിലുകളോ അവർക്ക് മുമ്പുണ്ടായിരുന്നില്ല. വിശപ്പടക്കാൻ കിട്ടുന്നത് വരെ ഇവർ അലഞ്ഞു നടക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പറയപ്പെടുന്നു. ഒരിടത്തും താവളം ഉറപ്പിക്കാതെ നാടും വീടുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ മോഷ്ടാക്കളാണെന്നും ഇവർ സാധാരണക്കാർ ഭക്ഷിക്കാത്ത ഇഴജന്തുക്കളെയും മറ്റും ഭക്ഷിക്കുമെന്നും ആളുകൾ കരുതി പോന്നിരുന്നു. കാക്കാച്ചി നാടകത്തിലെ നായകനായ സുന്ദരൻ കാക്കാനോടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയിലും കാക്കലന്മാർക്ക് അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് നിർണയിക്കാനുള്ള ഒരു ഉപാധിയാണ്. കാക്കാച്ചി നാടകത്തിലെ കഥയുടെ സൂത്രധാരൻ പ്രധാന പാട്ടുകാരനാണ്. കഥാപാത്രങ്ങൾ തമ്മിൽ സംഭാഷണം നടക്കുമ്പോൾ പാട്ടുകാരൻ ഇടപെടും. അയാളുടെ ചോദ്യങ്ങൾക്ക് നടന്മാർ പറയുന്ന മറുപടിയിലൂടെയാണ് കഥ വളരുന്നത്. കാക്കാലന്മാരുടെ ആചാരങ്ങളെയും ജീവിത രീതികളെയും തന്മയത്വത്തോടുകൂടി പരിഹസിക്കുന്ന ചോദ്യങ്ങളും കുറുക്കിക്കൊള്ളുന്ന മറുപടികളുമാണ് ഈ നാടകത്തിലുള്ളത്. നാടോടി ശൈലിയിൽ ഹൃദയത്തിൽ തറയ്ക്കും വിധം രസാവഹമായ സംഭാഷണം ചിരിക്ക് വക നൽകുന്നതാണ്. സംഗീത, നൃത്ത, ഹാസ്യ, സാമൂഹിക നാടകമാണ് കാക്കാച്ചി നാടകമെന്ന് പറയാം. ചിട്ടയും താളക്കൊഴുപ്പുമുള്ള തിരുവാതിരയും കുമ്മിയും ഇതിൽ ധാരാളമുണ്ട്. ഗ്രാമീണ ഗാനങ്ങളോടൊപ്പം വാറ്റാരിയും ഹാസ്യ പ്രകടനങ്ങളും സുലഭമാണ്. ഒരു കാലത്ത് മകരം, കുംഭം, മീനമാസങ്ങളിലെ മധ്യ തിരുവിതാംകൂറിലെ എല്ലാ ഗ്രാമങ്ങളിലും കാക്കാച്ചി നാടക സംഘങ്ങൾ എത്താറുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ കാണുന്ന പൊറാട്ടു നാടകവും കാക്കാച്ചി നാടകവും തമ്മിൽ സാമ്യമുണ്ട്. രണ്ട് കലാരൂപങ്ങളും ഉത്സവപ്പറമ്പുകളിൽ സ്ഥാനം പിടിക്കുന്നു. ഓണക്കാലത്തും മറ്റു വിശേഷ ദിവസങ്ങളിലും പഴയ തറവാട്ടുകാർ കാക്കാച്ചി സംഘത്തെ വീടുകളിൽ ക്ഷണിച്ചു വരുത്തി കളിക്കാറുണ്ടായിരുന്നു. പൊറാട്ട് നാടകവും പ്രധാനമായും കൊയ്ത്തു കഴിഞ്ഞ പാടത്തും പറമ്പുകളുമാണ് നടത്തുന്നത്. ഉയർത്തിക്കെട്ടിയ വേദി പൊറാട്ടിന് നിർബന്ധമില്ല. കാക്കാരിശിക്ക് ഉപയോഗിക്കുന്ന മൃദംഗം, ഗഞ്ചിറ, ഹാർമോണിയം, കൈമണി തുടങ്ങിയ വാദ്യോപകരണങ്ങളും പൊറാട്ടിനുമുണ്ട്. കാക്കാരിശിയിൽ പാട്ടുകാരനിലൂടെ എന്നതുപോലെ പൊറാട്ടിൽ രണ്ട് ചോദ്യക്കാർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. പൊറാട്ടിലെ കുറവനും കുറത്തിമാർക്കും കാക്കാരിശി നാടകത്തിലെ കാക്കാലിനോടും കാക്കാത്തിമാരോടും സാദൃശ്യമുണ്ട്. എന്നാൽ കാക്കാരിശിയിലെ ഫലിത പരിഹാസങ്ങൾക്ക് ഏറ്റവും അധികം അടുപ്പമുള്ളത് പടേനിയോടാണ്. അനുഷ്ഠാനപരമായ പടേനിയല്ല. പടേനിയിലെ പഞ്ഞി മുതുക്കനും കാക്കാരിശിയിലെ സുന്ദരൻ കാക്കാനും പരസ്പരം സാദൃശ്യമുള്ള രണ്ട് വേഷങ്ങളാണ്. ക്ഷേത്രകലകളായ കൂത്ത്, കൂടിയാട്ടം, കഥകളി, തുള്ളൽ തുടങ്ങിയവ അരങ്ങുവാണിരുന്ന ഒരു കാലത്താണ് ഇവ രംഗം കീഴടക്കി നിന്നത്. നളചരിതം, ദക്ഷയാഗം തുടങ്ങിയ ആട്ടക്കഥകളിലെ ചില പദങ്ങളും തുള്ളലിൻ്റെ പാരഡിയും നല്ല ശ്ലോകങ്ങളും കാക്കാരിശിയിൽ കാണാനാകും. ജനകീയ കലകളെല്ലാം ചുറ്റമ്പലത്തിനു പുറത്താണ് നടന്നിരുന്നത്. കാക്കാരിശി നാടകത്തിൽ സംസ്കൃതത്തോടും ആര്യന്മാരോടും അവരുടെ പൂജാവിധികളോടുമുള്ള പരിഹാസം കാണാൻ സാധിക്കും. സംഭാഷണങ്ങളിലൂടെയും ക്രിയാംശങ്ങളിലൂടെയും കഥാഖ്യാനമോ ജീവിതാഖ്യാനമോ നടത്തുന്നവയാണ് കാക്കാരിശി നാടകങ്ങൾ. കാക്കാരിശി നാടകം ഒരു മതനിരപേക്ഷമായ നാടോടി നാടകമാണ്. അതോടൊപ്പം തന്നെ ഒരു വിനോദ നാടകം കൂടിയാണ്. നാടോടി നാടകമാണ്, എങ്ങനെയുള്ള മതനിരപേക്ഷമായ നാടോടി നാടകമാണ്. അതോടൊപ്പം തന്നെ ഒരു വിനോദ കലാരൂപം കൂടിയാണ്. ഇവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുമല്ലോ. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.